എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിൽ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായിയമ്മ മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? താൻ ഒരു കാര്യം ചെയ്യും, ആ ഷേണായോട് പോയി കൗണ്ടർ വർക്കാൻ പറ. ശരി. I was waiting for you under the jackpot tree. എന്താണ് ചിരി മൈൻഡിലാണ്? കണി കണ്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. എന്റെ പൊന്ന് സുന്ദരൊക്കെ നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടോ. ഇതൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് മാറിയപ്പോടെ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്കവിടെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. എങ്ങോട്ട് കൂട്ടിയിട്ട് വേണോ മാനേജരോട് കളിക്കുന്ന? സന്തോ സന്ദേ സന്താനമല്ലേ? ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത അവൻ വന്നറിഞ്ഞ അവൻ കയ്യങ്ങനെ തുള്ളാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് വെച്ചോളന്ന് തരാം. എടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. അയാം സന്താനവല്ലി BSc, അത് ഓർമ്മ വേണം. ഓ, ഒരു ചന്ദാനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോയിക്കോ. നേരം വെളുത്തേനും ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്കും. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ളം. തള്ള വെച്ചു വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയും ഇല്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയറുമുറിച്ചിട്ട് നടക്കുന്നു. പിന്നെ നിന്റെ തിരുവനന്തപുരത്ത് കൊള്ളുന്ന വിളമ്പിത്തരാടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. അറിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവൾക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സന്തോ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോ, ഞാൻ പറയുന്നതൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളു. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചേരാ. ആ തള്ള ഭദ്രവാളി അറിയരുത് കേട്ടോ. ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? അത് ഒടുങ്ങാതിരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെയും തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ട കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്, നീ പെരുവിളിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്നത്.
എന്റെ അച്ഛൻ ഭാഗ്യവ. ഹലോ, അതെ, മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ, ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ നീ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ ആക്കി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലോ. സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ, ശരി. നിന്നെ ഇന്ന് പതിപോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. ആ, അമ്മയുമായ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സ്. എന്താ സംഭവിച്ചേ? വൃത്തികേടായിരുന്നു. നിങ്ങളെന്നെ വഞ്ചിച്ചു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഓഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയോണാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാനേജ് ചെയ്തത്. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ, സന്തോ, വേണ്ട, ഞാൻ ഈ നിമിഷം ഇവിടെ നിറങ്ങാലോ. സന്തോ, നീ എങ്ങോട്ടും പോണ്ട സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവൂല്ലോ സന്തോ. സന്തോ, SSLC-കാരന് പിയോണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് ചേർന്ന് BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കണം. കണ്ണുകാലാൻ വയ്യാത്തവ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇപ്പൊ നീ എവിടെ നിന്ന് വന്നടാ? നെഞ്ചത് കയറ്റിക്കൂടാ. തനിക്കിപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. പോ. രണ്ടാം ചോദിക്കില്ല. സാറേ 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 മനുഷ്യ തെണ്ടാരാ ചോദിക്കില്ല. തെണ്ടികൾ. സാറേ 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 തന്റെ കണ്ണും കാണാൻ വയ്യ, ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നബൂക്ക, 50 പൈസക്ക് ഉരുള് എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ, വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണ് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തില്ലാത്ത കൊണ്ടാണ്. അല്ലേ? സാറേ സാറേ എന്തെങ്കിലും തരണേ സാറേ, എന്ത് കണ്ണ് കാണാൻ വയ്യ സാറേ. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും തരണം ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ 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 എന്റെ കാഴ്ച ചേട്ടാ. ചേട്ടാ 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 എന്റെ കാഴ്ച ചേട്ടാ, എന്നെ എടുത്തു തരണേ ചേട്ടാ, എന്നെ സഹായിക്കണേ ചേട്ടാ. ചേട്ടാ സാറേ 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 ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കളന്നവരാണ്, ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നതാണ് സാറേ. സാറേ സാറേ ഒരു 10 പൈസ. അമ്മച്ചി അമ്മച്ചി ഒരു 4 തരണേ. വരില്ലേ? അയ്യോ അയ്യോ സാറേ 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 സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ സാറേ? സാറേ സാറേ ഒരു 10 പൈസ തരണേ. കയ്യും കാലും കളന്നവനാണ്. അയ്യോ സാറേ 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 ബസ്സിലിരിക്കും സാറേ. സാറേ സാറേ നോട്ടാണെങ്കിൽ ചില്ലറ സാറേ. സാറേ സാറേ കയ്യും കാലും കളന്നവനാണ്. സാറേ സാറേ ഇങ്ങോട്ട് പോയി കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ, എന്നെ പോലെ ആയിപ്പോ. സാറേ 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 കൈ. ഹലോ ആ ആൻറ്റി. അമുൽ ബേബി. ഹലോ അങ്കിൾ. പോക്കറ്റില്ലേ? സോറി. ഹായ്
കൊള്ളാലോ. ഇതൊക്കെ കളി മോശം. ഒരു കലക്ഷമല്ല ഇന്ന്.